രാജ്യത്തെ ഏറ്റവും മികച്ച IIT-യിലേക്ക്, അതെ IIT മദ്രാസിലേക്ക് ബ്രില്യൻ ടീം ഒരു യാത്ര നടത്തി. IIT എന്ന സ്വപ്നം മലയാളികൾക്ക് പോസിബിൾ അല്ലാതിരുന്ന കാലത്ത് നിന്ന് ആയിരക്കണക്കിലധികം മലയാളികളെ IIT-കളിൽ എത്തിച്ച ചരിത്രമുണ്ട് ബ്രില്യന്റിന് അവകാശപ്പെടുന്നു. ഇത്രയും മലയാളി വിദ്യാർത്ഥികളുമായി IIT മദ്രാസിന്റെ ക്യാമ്പസിൽ ഒരു എൻട്രൻസ് കോച്ചിംഗ് സെന്റർ നിൽക്കണമെങ്കിൽ അതിന് ഒരു നാമമേ ഉള്ളൂ, IIT മദ്രാസിലെ ഗവേഷകരുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, ഇവയെല്ലാം IIT മദ്രാസിന്റെ ഓപ്പൺ ഹൗസിൽ ബ്രില്യൻ ടീം ദൃക്സാക്ഷിയായത് റെയിൽവേ വിഭാഗം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനും IIT മദ്രാസ് ഡയറക്ടർ ഡോക്ടർ കാമകോടി വീഴിനാഥിനുമൊപ്പമാണ്. ഈ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഏറ്റവും അഭിമാനപൂർവ്വം ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, We are and we are. കേരളത്തിൽ നിന്നും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് രംഗത്ത് 41 വർഷങ്ങളായി വിപ്ലവകരമായ വിജയങ്ങൾ സൃഷ്ടിക്കുന്ന ഏക സ്ഥാപനം ബ്രില്യന്റ്. കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് നിന്നും എൻട്രൻസ് പരിശീലനത്തിലൂടെ മെഡിക്കൽ മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ലക്ഷക്കണക്കിന് വിജയികളെ, മലയാളികളെ ബ്രില്യന്റിന് അവകാശപ്പെടാനുണ്ട്. യെസ്, എഞ്ചിനീയറിംഗ് ആസ്പിരൻസിന്റെ സ്വപ്നഭൂമിയായ IIT മദ്രാസിലേക്ക് ബ്രില്യന്റ് ഫാമിലിയെ പ്രതിനിധീകരിച്ച് ഒരു ചെറിയ സംഘം യാത്ര നടത്തി. പേർഷ്യൻ പദമായ മദർ ഇ റാസ് എന്ന വാക്കിൽ നിന്നും ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് മദ്രാസ്. അതിനർത്ഥം തലസ്ഥാനം എന്നാണ്. അതെ, പഴയ ലിപിയിൽ മദ്രാസ് എന്നും ഇപ്പോൾ ചെന്നൈ എന്നും അറിയപ്പെടുന്ന തമിഴ്നാടിന്റെ തലസ്ഥാനത്താണ് IIT മദ്രാസ് സ്ഥിതി ചെയ്യുന്നത്. ലോകോത്തര ശ്രദ്ധയാകർഷിക്കുന്ന, ഇപ്പോഴും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയുടെ പേരിനെ മുൻപന്തിയിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന രാജ്യത്തെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജായ IIT മദ്രാസിന് മുന്നിൽ ടീം ബ്രില്യന്റ്. IIT മദ്രാസിന്റെ കവാടത്തിന് മുന്നിൽ ബ്രില്യൻ ഫാമിലി നിന്നത് 2024-ൽ ജെയ്മെയിൻ ടോപ്പർ ആയിരുന്ന, കേരള ഫസ്റ്റ് കരസ്ഥമാക്കിയ ഹാഫിസ് റഹ്മാനും മറ്റ് ബ്രില്യന്റിലെ അതിമിടുക്കരായ വിദ്യാർത്ഥികൾക്കുമൊപ്പമായിരുന്നു. അത് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ കേരള ജനതയ്ക്ക് പരിചയപ്പെടുത്താൻ നാം ഇന്ന് നിൽക്കുന്നത് IIT മദ്രാസിലാണ്, ഒരുപറ്റം മലയാളി വിദ്യാർത്ഥികളുമായി. മലയാളികൾക്ക് IIT എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് പല ബ്രില്യൻ സ്റ്റഡി സെന്റർ ആണ്. കുറച്ചധികം വിദ്യാർത്ഥികൾ ഞങ്ങളെ സ്വീകരിക്കാനായി IIT മദ്രാസിന്റെ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ഇനി അനേകം വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്യാനുണ്ട്. ഈ ദിവസം നമുക്ക് അവരെയെല്ലാം വിശദമായി കാണാം. അതെ, ലോകത്തെ ഏറ്റവും കഠിനമേറിയ പരീക്ഷകളിൽ ഒന്നായ ജെയ് അഡ്വാൻസ്ഡിൽ ഉയർന്ന റാങ്ക് നേടുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് IIT-കളിലെ എഞ്ചിനീയറിംഗ് സീറ്റ് കരസ്ഥമാക്കാൻ സാധിക്കുക. യെസ്, രാജ്യത്തെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളോടൊപ്പം ലോകത്തെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നേടാൻ ആയിരക്കണക്കിലധികം മലയാളി വിദ്യാർത്ഥികൾ IIT-കളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു എൻട്രൻസ് സ്ഥാപനത്തിന്റെ 41 വർഷമായി തുടരുന്ന വിജയഗാഥയുടെ ചരിത്രമുണ്ട്. ഒരേ ഒരു രാജാവ്. ബ്രില്യൻ സ്റ്റഡി സെന്റർ. all of the done.
ആവേശോജ്വലമായ വരവേൽപ്പ് നൽകിയ ശേഷം കവാടത്തിൽ എത്തിച്ചേർന്ന ബ്രില്യന്റിയൻസ് എല്ലാം കൂടി സ്നേഹത്തോടെ, ഒരുമയോടെ, സന്തോഷത്തോടെ ഒരു വരവുണ്ട്. What a joy to see our students riding together. കിളികൾ പറയാതിതൾ വിരിഞ്ഞ കഥയോ, പുഴകളോ വഴികളോ തിര തൊടുന്ന പുതിയ കരകളോ. ഇനി IIT മദ്രാസ് ക്യാമ്പസിനെ കുറിച്ച് കുറച്ച് ഹൈലൈറ്റിംഗ് പോയിന്റ് പറയാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെട്രോപൊളിറ്റൻ സിറ്റികളിൽ 3-ാം സ്ഥാനം അലങ്കരിക്കുന്ന ചെന്നൈയുടെ യാതൊരുവിധ ശബ്ദ കോലാഹലങ്ങളും ഇല്ലാത്ത അതിമനോഹരമായ ക്യാമ്പസാണ് IIT മദ്രാസ്. ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസിൽ കിളികളുടെ നാദവും മാനുകളും മയിലുകളും വാനരപ്പടകളെല്ലാം മനുഷ്യനെ പോലെ തന്നെ സന്തത സഹചാരികളാണ്. പ്രകൃതിക്കൊപ്പം ഇണങ്ങി ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരുമെല്ലാം സൈക്കിളിലാണ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ക്യാമ്പസിനുള്ളിലൂടെ യാത്ര ചെയ്യുക. നിരവധി വർഷങ്ങളായുള്ള NIRF റാങ്കിങ്ങിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുന്നത് IIT മദ്രാസ് ആണ്. 2025 Q3 വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിൽ മുന്നിൽ തന്നെ ഇടം പിടിച്ചതിൽ ഇന്ത്യ മഹാരാജ്യത്തെ IIT മദ്രാസിന്റെ സ്ഥാനം ഏതൊരു ഇന്ത്യൻ പൗരനും അഭിമാനം തരുന്ന ഒന്നാണ്. IIT മദ്രാസിനെ കുറിച്ച് പറയുന്ന ഒരു ഫേമസ് ടാഗ്ലൈൻ ഉണ്ട്, ദ പ്ലേസ് ടു ബിൽഡ്. അതെ, ഒരുപാട് കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകോത്തര ശ്രദ്ധയാകർഷിച്ച നിരവധി മഹത് വ്യക്തികളുടെ ഇടമാണ് IIT മദ്രാസ്. നിരവധി മഹത് വ്യക്തികളെ ബിൽഡ് ചെയ്ത ഇടമാണ് IIT മദ്രാസ്. അത്യാധുനിക ഗവേഷണത്തിലും പുതിയ കണ്ടുപിടുത്തങ്ങളിലും നൂതന ആശയങ്ങളിലുമെല്ലാം ബ്രില്യന്റിൽ നിന്ന് എഞ്ചിനീയറിംഗ് എന്ന സ്വപ്നവുമായി എത്തിയ നിരവധി മലയാളി വിദ്യാർത്ഥികളുമുണ്ട്. ബ്രില്യന്റ് ഫാമിലിക്ക് ഏറെ അഭിമാനം തരുന്ന ഒന്നാണത്. അതിന്റെ നേർക്കാഴ്ചകളിലേക്കാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. CFI ഓപ്പൺ ഹൗസ്. CFI ഓപ്പൺ ഹൗസിലെ വിദ്യാർത്ഥികളുടെ നൂതന കണ്ടുപിടുത്തങ്ങളെ അഭിനന്ദിക്കാൻ റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിഭാഗം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് എത്തിച്ചേർന്ന കാഴ്ച ചടങ്ങിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു. IIT മദ്രാസിന്റെ ഡയറക്ടർ പ്രൊഫസർ V കാമകോടിക്കും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനുമൊപ്പം ഒരുപാട് ബ്രില്യന്റ് സ്റ്റുഡൻസും ബ്രില്യന്റ് ഫാമിലിയും ഒത്തുചേർന്നു. IIT മദ്രാസിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ സാധ്യതകൾ, ഗവേഷകരുടെ കണ്ടുപിടുത്തങ്ങൾ എല്ലാം ബ്രില്യന്റ് ടീം കണ്ടും കേട്ടുമറിഞ്ഞത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനും IIT മദ്രാസ് ഡയറക്ടർ പ്രൊഫസർ V കാമകോടിക്കുമൊപ്പമാണ് എന്നത് ബ്രില്യന്റിന്റെ ചരിത്ര നിമിഷങ്ങളിൽ ഒരിക്കലും മറക്കാനാവാത്ത അഭിമാന നിമിഷമാണ്. ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായി സംവദിക്കാനുള്ള അവസരം, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കണ്ടുപിടുത്തങ്ങൾ അടുത്തറിയാനുള്ള അവസരം, IIT മദ്രാസിന്റെ വിദ്യാഭ്യാസ രീതികളെയും ഗവേഷണ രീതികളെയും എല്ലാം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയായിരുന്നു ടീം ബ്രില്യന്റ്. കാരണം കേരളത്തിൽ നിന്നും ജെയ് അഡ്വാൻസ്ഡ് പ്രവേശന പരീക്ഷകളിലൂടെ IIT മദ്രാസിലേക്ക് എത്തുന്ന മലയാളി വിദ്യാർത്ഥികൾ വരുന്ന ഓരോ വർഷങ്ങളിലും ടോപ്പ് റാങ്കുകൾ കരസ്ഥമാക്കി എത്തിച്ചേരാൻ പോകുന്നത് ബ്രില്യന്റിന്റെ കോച്ചിങ്ങിലൂടെയാണ്. ടീം ബ്രില്യന്റ് മദ്രാസിൽ നിന്നും തിരികെ ബ്രില്യന്റിലേക്ക് എത്തിച്ചേരുമ്പോൾ IIT മദ്രാസ് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളെ IIT മദ്രാസിന്റെ വലിയ വലിയ സാധ്യതകളെ പറഞ്ഞു മനസ്സിലാക്കി മോട്ടിവേറ്റ് ചെയ്യുക എന്നത് ബ്രില്യന്റിന്റെ ഈ യാത്രയുടെ മറ്റൊരു അജണ്ട തന്നെയായിരുന്നു. അതുകൊണ്ട് അവിടെ ചിലവഴിച്ച ഓരോ നിമിഷവും ബ്രില്യന്റിന് അത്ര വിലപ്പെട്ടത് തന്നെയായിരുന്നു. അതിമനോഹരമായ ഈവനിങ്
ചെന്നൈ കോടമ്പക്കത്തുള്ള ഒലിവ് ആൻഡ് ഓർക്കഡ് എന്ന ഹോട്ടലിൽ IIT മദ്രാസിലെ വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരു മാസവരവുണ്ട്. വിദ്യാർത്ഥികൾക്കും ബ്രില്യൻ ഫാമിലിക്കും ഏറെ അഭിമാനം നിറഞ്ഞ നിമിഷമായിരുന്നു അത്. IIT മദ്രാസിലെ 100 കണക്കിലധികം മലയാളി വിദ്യാർത്ഥികളാണ് ബ്രില്യന്റിന് വൻ വരവേൽപ്പ് നൽകിയത്. ഓർക്കണം, IIT മദ്രാസിലെ ഒരു എഞ്ചിനീയറിംഗ് സീറ്റ് എന്ന സ്വപ്നം മലയാളികൾക്ക് സാധ്യമല്ലാതിരുന്ന കാലത്ത് നിന്ന് ഇന്ന് ആയിരക്കണക്കിലധികം മലയാളികൾ IIT മദ്രാസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒറ്റ പേരേയുള്ളൂ, ബ്രില്യന്റ്. അതിന്റെ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിലധികം മലയാളി വിദ്യാർത്ഥികളുടെ വൻ നിര. ഈ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ബ്രില്യന്റിലൂടെ പരിശീലനം നേടി IIT മദ്രാസിൽ എത്തി നിൽക്കുന്നവരാണ്. ഒരു കാലഘട്ടത്തിൽ IIT-കളിൽ മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. കൈവിരൽ എണ്ണാവുന്ന അത്രമാത്രം ചെറുതായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും, IIT മദ്രാസിലെ 1, 2, 3 വർഷങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ കുറച്ചു പേർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. ഇതിൽ നമുക്ക് തിരിച്ചറിയാം ബ്രില്യൻ എത്ര മാത്രം മലയാളികളെ IIT-കളിലേക്ക് അയച്ചുന്നത്. വിപ്ലവകരമായ വിജയം സൃഷ്ടിച്ച് ബ്രില്യൻ സ്റ്റഡി സെന്റർ എഞ്ചിനീയറിംഗ് രംഗത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനോടകം ബ്രില്യൻ സ്റ്റഡി സെന്ററിന് അവകാശപ്പെടാൻ 41 വർഷത്തെ പാരമ്പര്യമുണ്ടെങ്കിൽ അതിൽ ആയിരക്കണക്കിലധികം വിദ്യാർത്ഥികളെ IIT മദ്രാസിൽ എത്തിക്കാൻ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 IIT മദ്രാസ് ആണെങ്കിൽ അവിടുത്തെ മലയാളികളോടൊപ്പം ഞങ്ങൾ ചേരുന്നു ബ്രില്യൻ ഫാമിലി. ഇന്ത്യയിലെ നമ്പർ 1 IIT മദ്രാസിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളോടൊപ്പമാണ്. കേരളത്തിന്റെ അഭിമാനമായ മലയാളി വിദ്യാർത്ഥികളോടൊപ്പം. യെസ്, അവരെല്ലാം ബ്രില്യന്റിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. ബ്രില്യന്റിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന വലിയ റിസൾട്ടിന്റെ കാഴ്ചയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ കാണുന്നത്. ഈ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഏറ്റവും അഭിമാനപൂർവ്വം ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. We are and we are. Yes, IIT മദ്രാസ് എന്ന ലക്ഷ്യം കഷ്ടപ്പെട്ട് നേടിയെടുത്ത എണ്ണം പറഞ്ഞ മലയാളി വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. വരുന്ന വർഷങ്ങളിലും ബ്രില്യൻ സ്റ്റഡി സെന്റർ അവകാശപ്പെടും. ഇതിലും നിരവധി വിജയികളുമായി മലയാളികളെ ഇന്നോളം IIT എന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ചവരല്ല ബ്രില്യൻ, സ്വപ്നം നേടിക്കൊടുക്കാൻ പഠിപ്പിച്ചവരാണ് ബ്രില്യൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇരിക്കുന്ന ഓരോ മിടുക്കന്മാരും. We are. We are. We are. And we are. പിന്നീട് IIT മദ്രാസിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത ബ്രില്യന്റിന്റെ ജനറൽ മാനേജർ ശിവകുമാർ സാറും ഒപ്പം IIT ബാച്ചുകളുടെ കോർഡിനേറ്റർമാരായ ബിനിൽ സാറും ബിനോയ് സാറും സംസാരിക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആക്കാവുന്ന ഒരു സെഷൻ ആയിരുന്നു അത്. അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ IIT മദ്രാസ് ജീവിതത്തെക്കുറിച്ച്, ബ്രില്യന്റിലുണ്ടായിരുന്ന നാളുകളെ കുറിച്ചൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങി. ഹാഫിസ് റഹ്മാൻ 2024 ജെഇഇ എക്സാമിൽ കേരള 1ാം സ്ഥാനവും കീമിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി. 5 ലക്ഷം രൂപ നൽകിയാണ് 2024 വിക്ടറി ഡേയിൽ ഹാഫിസ് റഹ്മാനെ ബ്രില്യൻ ടീം ആദരിച്ചത്. എനിക്ക് എന്റെ പ്രിപ്പറേഷൻ സമയത്ത് ബ്രില്യന്റ് എന്നെ നന്നായി സഹായിച്ചായിരുന്നു. എന്റെ കോർഡിനേറ്ററായ ശ്രീനാഥ് സർ, ബിനിൽ സർ, പിന്നെ എന്റെ ക്ലാസ് ടീച്ചറായ ചിഞ്ചു മാം, എല്ലാവരും നല്ല ഹെൽപ്പ് ചെയ്യായിരുന്നു. ബ്രില്യന്റ് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പറയുന്നത്, ബ്രില്യന്റ് പ്രൊഫസേഴ്സ് എന്തൊക്കെയാണോ അഡ്വാൻസിനും മെയിൻസിനും സജസ്റ്റ് ചെയ്യുന്നത് അത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാന്നാണ് എൻ്റെ ഒരു സജഷൻ. ലൈക്ക് പ്രൊഫസേഴ്സ് ക്ലാസ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എക്സാംസിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ എത്രമാത്രം നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുമോ അത് നമ്മളെല്ലാം നോക്കുക. അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഗിവ് അപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. വിശ്വനാഥ് വിനോദ് 2022 കീം എഞ്ചിനീയറിംഗിൽ കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മിടുക്കനായ വിദ്യാർത്ഥി.
10 ലക്ഷം രൂപയാണ് വിശ്വനാഥ് വിനോദിന് എഞ്ചിനീയറിംഗ് വിക്ടറി ഡേയിൽ ബെർലിൻ നൽകിയത്. നമസ്കാരം, എൻ്റെ പേര് വിശ്വനാഥ് വിനോദ്. ഞാൻ IT 22 ബാച്ച് മാനന്തവാടി ബാച്ചിൽ നിന്നായിരുന്നു. ക്യാമ്പസിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മുടെ സിമിലർ വേവ് ലെങ്ത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്കൊരു പാഷൻ പേഴ്സ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അത് പേഴ്സ് ചെയ്യാനും നമുക്കൊരു സഹായമായിട്ട്, നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട്. എൻ്റെ പേര് ആൽബർട്ട്, ഞാൻ 21 ബാച്ചിൽ. ഏത് സെന്റർ ആയിരുന്നു? ഞാൻ തൃശ്ശൂർ സെന്ററിൽ. തൃശ്ശൂർ സെന്റർ ആയിരുന്നു. റെഗുലർ ബാച്ച് ആയിരുന്നു? റെഗുലർ ബാച്ച്. റെഗുലർ ബാച്ച്. ഇവിടെ ഏത് ബ്രാഞ്ചാണ് പഠിക്കുന്നത്? ഞാനിപ്പോ സിവിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ്? 4 വർഷത്തെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സീനിയേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഫാക്കൽറ്റിയും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ക്യാമ്പസിന്റെ കാര്യം പിന്നെ പറയണ്ട, ഇറ്റ്സ് ഓവർ ദ ടോപ്പ്. ഞാൻ ഫയാസ്, ഞാൻ 21 ബാച്ച് മാനാനത്ത് ഇന്റഗ്രേറ്റഡ്. ഇവിടെ എഞ്ചിനീയറിംഗ് ഡിസൈൻ ബ്രാഞ്ചാണ്. ഇത് 5 ഇയർ ഇന്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി കോഴ്സാണ്. സോ ഇപ്പോൾ ഞാൻ 4th ഇയർ ആണ്. IIT മദ്രാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് അമേസിങ്. ലൈക്ക് ഇപ്പോൾ എന്തൊക്കെ ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള ആയാണെങ്കിലും നമുക്ക് എന്ത് വേണേൽ ചെയ്യാം ഇവിടെ. ലൈക്ക് സ്പോർട്സ്, ആർട്സ്, മ്യൂസിക് എന്താണേലും നമുക്കിവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എൻ്റെ പേര് അംജദ്, ഞാൻ 21 ബാച്ച് റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു ബ്രില്യൻറ്റിൽ. ഇപ്പോൾ IIT മദ്രാസിൽ 4th ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ IIT മദ്രാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫയസ് പറഞ്ഞു തന്നെയാണ് കൂടുതലും പറയാനുള്ളത്. ലൈക്ക് അക്കാദമിക്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും, സ്പോർട്സ് ആവട്ടെ, ആർട്സ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബി ആണെങ്കിലും അതിനൊക്കെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു മഴയായിരിക്കും നിങ്ങൾ ചേരുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്തായാലും ആ പാഷൻ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ IIT മദ്രാസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹായ്, എൻ്റെ പേര് ഫയാസ് അഹമ്മദ്. ഞാൻ 21 ബാച്ച് I12 റിപ്പീറ്റർ ആയിരുന്നു. ഇപ്പോൾ 4th ഇയർ കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം IIT മദ്രാസിനെ പറ്റി പറയുകയാണെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല 3 വർഷങ്ങളാണ് അവിടെ കഴിഞ്ഞു പോയത്. ഇനി വെറും 2 മാസം കൂടെ അവിടെ ഉള്ളൂ. ആ ഒരു വിഷമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടിലെ നിങ്ങൾ ബാക്കിയുള്ള കോളേജിലെ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിലും അവർക്കുള്ള പോലെ അല്ല നമ്മുടെ ലൈഫ്. കൂടുതൽ ഫ്രീഡവും ലൈക്ക് ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൊണ്ടും IIT മദ്രാസ് ഒരു നല്ല ഓപ്ഷനാണ്. മാത്രമല്ല നമ്മുടെ ഓവറോൾ എല്ലാ IIT എടുക്കുകയാണെങ്കിലും IIT മദ്രാസിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്. അവിടെ നമ്മളൊരു ഓർഗനൈസേഷൻ ഉണ്ട്, കേരള കലാസമിതി. അതിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ബ്രില്യൻറ്റിൽ നിന്നും അല്ലാത്ത ബാക്കി കേരളത്തിൽ നിന്നുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് മലയാളികളെ പരിചയപ്പെടാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ സാധിച്ചു. എൻ്റെ പേര് രോഹിത് സുജയ്. ഞാൻ ബ്രില്യനിൽ I12 റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു 21 ബാച്ചിൽ. ഞാനിവിടെ 4th ഇയർ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഈ ഗെറ്റ് ടുഗദർ നടത്തിയപ്പോൾ എൻ്റെ ടീച്ചർ ബിനിൽ സാറായിരുന്നു. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഈ ഗെറ്റ് ടുഗദർ നടത്തിയപ്പോൾ തന്നെ എന്നേക്കാൾ ഉപരി എൻ്റെ അമ്മ ഹാപ്പി ആയിരുന്നു. സോ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഗിഫ്റ്റ് ചെയ്യാൻ എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ബട്ട് ഞാൻ വരാൻ കാരണം എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. എൻ്റെ അമ്മ പറഞ്ഞു ബിനിൽ സാറിന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. സാറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. ഈ ഗിഫ്റ്റ് കൊടുക്കുവാനായി സ്നേഹപൂർവ്വം ബിനിൽ സാറിനെ ക്ഷണിക്കുന്നു. ഞാൻ അതിൽ 4th ഇയർ BTech സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ ബിനിൽ സാറിൻ്റെ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. IIT ഇപ്പോൾ നമ്മൾ മദ്രാസ് ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ റീസണാണ് നമ്മൾ കോൺസിക്യൂട്ടീവായിട്ട് NIRF റാങ്കിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് വെറുതെ കിട്ടുന്ന ഒരു റാങ്കിങ് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ അത്രമാത്രം വലുതാണെന്ന് നമുക്ക് പറയാം, അഭിമാനത്തോടെ പറയാം. നമ്മൾ ബാക്കി IITസിലൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ് പല ആവശ്യങ്ങൾക്കും കോമ്പറ്റീഷനൊക്കെ വേണ്ടി. നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവിടെ ഇല്ലാത്ത പല ഓപ്പർച്യൂണിറ്റീസും അതുപോലെ ഫെസിലിറ്റീസും നമുക്ക് വളരെയധികം ഇവിടെ അവൈലബിൾ ആണ്. നമ്മളത് മാക്സിമം യൂസ് ചെയ്യുന്ന ആൾക്കാരുമാണ്. ഇപ്പോൾ ഫയസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കാകെ ഉള്ളത് സീനിയേഴ്സായിട്ട് നമുക്കുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം, അതായത് ഈ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിച്ച ലൈഫിൻ്റെ ഈ ഒരു കാലഘട്ടം കടന്നു പോവാണ്, തീരാൻ പോകാമെന്നുള്ളൊരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. അപ്പാർട്ട് ഫ്രം സ്പോർട്സ് ആക്ടിവിറ്റീസ് നമുക്ക് ഓൺടർപ്രണറിയൽ ഓപ്ഷൻസ് ഭയങ്കര കൂടുതലാണ്. അതായത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോജക്ട്സ് ഒക്കെ ഇൻക്യുബേഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പോൾ എയ്ത്തറൊക്കെ അതുപോലുള്ള ഒരു വലിയ എക്സാമ്പിളാണ്. അത് ഇപ്പോൾ എയ്ത്തർ തിരിച്ച് IITയിലൊന്ന് റിക്രൂട്ട് ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ ഒരുപാട് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു പ്രൊഫസേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഫസേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ IIT മദ്രാസ് അടിച്ചു കഴിഞ്ഞാൽ കടലോളം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഗോവിന്ദ്, ട്രിവാൻഡ്രം 21 ബാച്ച് തന്നെയായിരുന്നു. അവിടത്തുള്ള ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ നിന്ന് വന്നിരുന്നത്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും എഫക്റ്റ് ചെയ്തത് ഈ കൾച്ചറൽ മിക്സ് ആണ് IITM-ൽ. അത് ഏതൊരു പുറത്തുള്ള IIT കോളേജിൽ കയറിയാലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളായിട്ട് ഒന്ന് ഇടപഴകി അവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ ഭാഗമായിട്ട് എടുത്ത് നമുക്കത് ജീവിതത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. എന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് അതാണെന്നേ ഞാൻ പറയത്തുള്ളൂ.
ഹായ് ഓൾ, എൻ്റെ പേര് അജോ. ഞാൻ 2021 മാന്നാനം റെസിഡൻഷ്യൽ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കിപ്പോൾ കോളേജിനെ പറ്റി എല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ഞാൻ ചേർന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു പേടിയാണ്. ഇപ്പോൾ പരിചയമില്ലാത്തൊരു നാടാണ്, പുതിയൊരു കോളേജ് ചെല്ലുമ്പോൾ എങ്ങനെ ഭാഷ അറിയില്ല, ഭയങ്കര മിങ്കിൾ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടുണ്ടാവുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എത്ര മലയാളികളുണ്ടെന്ന് ഇവിടെ ബാച്ചിൽ. ഇപ്പോൾ ബ്രില്യൻറ്റിൽ തന്നെ പഠിച്ച ഞാൻ മാന്നാനം ബാച്ചായിരുന്നു പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ച 11 പേര് ഇപ്പോൾ എൻ്റെ ബാച്ചിൽ മലയാളികളുണ്ട്. അതുപോലെ പെട്ടെന്ന് നമുക്ക് എല്ലാവരുമായിട്ടും ബോണ്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കോളേജ് ഞങ്ങൾ ഓൺലൈൻ ബാച്ച് ഇച്ചിരി വൈകിയാണ് തുടങ്ങിയത്. പക്ഷേ അതിന് മുമ്പേ ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിരുന്നു. എൻ്റെ പേര് ആൽബി, ഞാൻ 21 റെഗുലർ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. കെ മാന്നാനം ബാച്ചാണ്. നമുക്ക് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഇവന്റുകളും അതുപോലെ തന്നെ സെലിബ്രേഷനൊക്കെയാണ്. ചിലതൊക്കെ നമ്മുടെ ലൈഫിൽ തന്നെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഞാൻ റിൻസി, ഇവിടെ ബയോളജിക്കൽ സയൻസസിൽ 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇവിടെ സാപ്സിൽ 21 എയിംസ് ബാച്ചിലായിരുന്നു പഠിച്ചത്. ഇവിടുത്തെ പറയുകയാണെങ്കിൽ ഐ തിങ്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള 4 ഇയേഴ്സ് ഞാനിവിടെ IIT മദ്രാസിൽ വന്നതിന് ശേഷമാണ്. ഹായ്, എൻ്റെ പേര് ദേവി കൃഷ്ണ. ഞാൻ 2021 ചാവറ റെസിഡൻഷ്യൽ ബാച്ച് പഠിച്ചതാണ്. ഞാൻ ഇപ്പോൾ 4th ഇയർ എഞ്ചിനീയറിംഗ് ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. സോ IIT മദ്രാസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവരൊക്കെ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്. ആൻഡ് ഇവിടുത്തെ എക്സ്പോഷർ തന്നെയാണ്. നമുക്ക് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയാണോ നമുക്കതെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് ആണെങ്കിലും നമുക്ക് പ്രൊഫസേഴ്സിനെ അപ്രോച്ച് ചെയ്ത് നമുക്ക് അവരുടെ ഇടയിൽ പ്രോജക്ട്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഹായ്, ഞാൻ കൃഷ്ണ, 2021 ട്രിവാൻഡ്രം ബാച്ചിലായിരുന്നു. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. IIT മദ്രാസിനെ പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴേക്കും കുറേ പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒന്ന് പഠിച്ച് വരുമ്പോഴേക്കും അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടുള്ള എല്ലാ വഴികളും കണ്ടുപിടിക്കാൻ പറ്റുന്നു. എൻ്റെ പേര് ആദിത്യൻ, ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, 3rd ഇയർ IIT മദ്രാസ്. സോ ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു 2022. ഞാൻ മാന്നാനം സെൻറ്റർ ആയിരുന്നു. ഓക്കെ, സോ അങ്ങനെ IIT പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഓൾറെഡി കുറേ പെർസ്പെക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് എല്ലാവരും പറയുന്ന കേട്ടിട്ട് ലൈക്ക് ഇറ്റ്സ് മോർ ലൈക്ക് എല്ലാവരും ഭയങ്കര എപ്പോഴും പഠിത്തമാണ്, അങ്ങനെ എല്ലാവരും ഭയങ്കര കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഓൾറെഡി കുറേ പ്രെജഡിസ് ഉണ്ടായിരുന്നു. ദെൻ ഇറ്റ്സ് ലൈക്ക് ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇങ്ങനെ നമ്മൾ കോവിഡ് ബാച്ചിലായിരുന്നു, ലൈക്ക് മൈ ബാച്ച്. സോ ആ സമയത്ത് ഓൺലൈനിൽ നിന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്നൊരു പുതിയ എൻവയോൺമെൻറ്റിലോട്ട് വരിക, എക്സ്റ്റേണലി എല്ലാവരുമായിട്ടൊരു പുതിയ സോഷ്യൽ ലൈഫ്. സോ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ ഐ വാസ് ലൈക്ക് വെരി എല്ലാം കുറേ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. എങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവങ്ങൾ, എങ്ങനെയാണ് ഇവിടുത്തെ മെക്കാനിസം എങ്ങനെയാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവും ഫസ്റ്റ് ഇയറിൽ. പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ആകാൻ പറ്റും. ലൈക്ക് തേർഡ് ഇയറിലിരിക്കുമ്പോൾ ജസ്റ്റ് 1 more year ഇസ് ദെയർ. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒപ്റ്റിമൈസേഷൻ, എല്ലാം കൂടുതൽ എഫേർട്ട് ഇടേണ്ടടുത്ത് ഇടുക, എവിടെയാണ് വേണ്ടാത്തത് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ബേസിക്കലി ടൈം മാനേജ്മെൻറ്റ്, അതാണ് എനിക്ക് ഏറ്റവും വലിയ സ്കില്ല് ഇവിടെ നിന്ന് കിട്ടിയതായിട്ട് തോന്നുന്നത്. സോ സ്റ്റിൽ സ്ട്രഗിളിങ് ടു അച്ചീവ് ഇറ്റ്, ബട്ട് സംടൈംസ് ഒരുവിധം ഹാൻഡി ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഇവിടുന്ന് ഏറ്റവും വലിയ ഒരു സ്കില്ലായിട്ട് കിട്ടിയത്. പിന്നെ ഇവിടുത്തെ എൻവയോൺമെൻറ്റ് ലൈക്ക് സോ മെനി കൾച്ചേഴ്സ്, എല്ലാവരും പിന്നെ മലയാളിയുടെ അടുത്ത് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യാതെ എല്ലാവരുടെ നല്ല വൈബ് ഇടാൻ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഹായ്, എൻ്റെ പേര് നോയൽ. ഞാൻ പഠിച്ചത് തൃശ്ശൂർ ബാച്ചിലാണ്, 22 ബാച്ച്. ഇപ്പോൾ 3rd ഇയർ ഇവിടെ IIT മദ്രാസിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിക്കുന്നു. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ പറ്റിയാണ്. അപ്പോൾ ഈ ബ്രാഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിസിക്സിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ ഒരു ബ്ലെൻഡാണ് ഈ ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പകുതിയോളം കോഴ്സുകൾ ഫിസിക്സിൽ നിന്നും ബാക്കി പകുതിയോളം ഇലക്ട്രിക്കൽ, പിന്നെ ഒരുപാട് എലക്ടീവ്സും എടുക്കാവുന്നതാണ്. എൻ്റെ പേര് പ്രവീൺ, ഞാൻ മാന്നാനം റെസിഡൻഷ്യൽ സെൻറ്ററിലായിരുന്നു പഠിച്ചത്, കെ സ്കൂൾ. എൻ്റെ നാട് കോട്ടയമാണ്. അപ്പം റെസിഡൻഷ്യൽ ബാച്ച് മാന്നാനത്തിലായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, 3rd ഇയർ. അപ്പം IITയിൽ എൻ്റെ എക്സ്പീരിയൻസ് ഒത്തിരി നല്ലതായിരുന്നു. എസ്പെഷ്യലി എനിക്ക് പർട്ടിക്കുലർലി ഇൻട്രസ്റ്റ് വന്നത് സ്പോർട്സും അക്കാഡമിക്സും ആയിരുന്നു. കാരണം ഞാൻ 10th മുന്നേ ഒത്തിരി സ്പോർട്സ് എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് വോളിബോൾ, ബാസ്കറ്റ്ബോൾ അങ്ങനത്തെ പല സ്പോർട്സിൽ എനിക്ക് പ്ലേ ചെയ്യാനും ടീമിൽ കയറാനും ഒക്കെ പറ്റി. അതുപോലെ അക്കാഡമിക്സിൽ നമുക്ക് പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഫസറുടെ റിസർച്ച് പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ഒക്കും. ആൻഡ് നമുക്ക് കൂടുതൽ വായിച്ച് അതിൽ എക്സ്പേർട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് രണ്ടും എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് IIT എക്സ്പീരിയൻസിനെ പറ്റി. ഹായ്, എൻ്റെ പേര് നവജോത്. ഞാൻ 2022 റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. എറണാകുളം നൈപുണ്യം പഠിച്ചു, നാട് കൊല്ലം. ഞാൻ ഇവിടെ IITയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് ചെയ്യുന്നത്. IITയിലോട്ട് വരുന്നതിന് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ എനിക്ക്
അധികം ഐഡിയ ഇല്ലായിരുന്നു. അക്കാഡമിക്സ് ഒരു കാർഡിൽ എടുക്കുക, നല്ല കോളേജ്, അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ തന്നെ എത്ര പേരെ അറിയാൻ പറ്റും, ആളുകളെ എത്ര അറിയാം, അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ മനസ്സിലാവും കുറേ പേര് നമുക്കറിയാവുന്ന ബ്രില്യൻറ്റിലോ അല്ല വിക്ടോറിയയിലോ അങ്ങനെ കണ്ടവരായിരിക്കും. എവിടെ നിന്നാലും മലയാളം ശബ്ദം കേൾക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ കുറേ പേരും ബ്രില്യൻറ്റിൽ തന്നെയാണ്. ക്യാമ്പസ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ ഇപ്പോൾ മെയിൻ കാര്യം നമുക്ക് കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യ എല്ലായിടത്തും ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. അക്കാഡമിക്സ് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രിപ്പറേഷൻ കഴിയുമ്പോൾ ആ ഒരു ഫ്ലോയിലങ്ങ് എല്ലാം പൊയ്ക്കോളും. ക്യാമ്പസ് ആ അറ്റ്മോസ്ഫിയർ നല്ല ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ആ കാട്, വലിയ കാട്, കുരങ്ങന്മാർ, വാന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ഇലക്ട്രിക്കൽ ഇപ്പോൾ നാട്ടിലുള്ള വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവിടെ ഇപ്പം ഒരു സിംഗിൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗേ ഉള്ളൂ. കൂടുതൽ നമുക്ക് എലക്ടീവ്സ് ഒരു 4th സെം 5th സെം കഴിയുമ്പം എലക്ടീവ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏത് ഫീൽഡിലോട്ടാണ് പോകേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യ വിദ്യാർത്ഥിയാണ്. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് 3rd ഇയറിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ IIT മദ്രാസ്. ഞാൻ റിപ്പീറ്റർ 22 ബാച്ചാണ് പഠിച്ചത്. ഇവിടെ എത്താൻ എന്നെ സഹായിച്ചത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയാണെങ്കിൽ, അത് ബ്രില്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ 11ഉം 12ഉം ബ്രില്യൻ തന്നെയാണ് പഠിച്ചത്. പക്ഷേ എനിക്ക് അത്രയും നല്ല റാങ്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞും ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാൻ ഞാൻ കാരണം എനിക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ബ്രില്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ പ്രോസസ്സും അവരുടെ റിസൾട്ടിലും ഇവിടെ വന്നു കഴിഞ്ഞ് ആരും എനിക്ക് എക്സ്ട്രാ പരിചയപ്പെടാൻ വന്നില്ല, മലയാളികൾ. കാരണം എല്ലാവരും ബ്രില്യൻറ്റ് തന്നെയാണ്. ഓൾറെഡി എനിക്ക് എല്ലാവരെയും അറിയായിരുന്നു, പരിചയപ്പെട്ടിരുന്നു. അത് ബ്രില്യൻ ഒരു വലിയ സ്ട്രോങ് പോയിന്റ് ആണ്. കേരളത്തിൽ നിന്ന് IIT മദ്രാസിലേക്ക് പോകുന്ന മലയാളി കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ അതിലെ 90% ബ്രില്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വരുന്നത്. അത് നമുക്ക് അഭിമാനകരമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ IIT മദ്രാസിനെ കുറിച്ച് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു ഡിഗ്രി തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, ഡിഗ്രിക്ക് അപ്പുറം നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി ആണ് IIT ആക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ഫ്രണ്ടിന് സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവൻ വേറൊരു കോളേജിൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ജസ്റ്റ് ഒരു ഡ്രീം മാത്രമായി നിന്നേനെ. IIT ആയതുകൊണ്ട് ആ സപ്പോർട്ട് സ്ട്രക്ചറും ആ ഡ്രീം റിയാലിറ്റി ആക്കാൻ സഹായിക്കുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഹായ് ഓൾ, ഞാൻ ആര്യൻ. ഞാൻ ഇലക്ട്രിക്കലിൽ നിന്നാണ് 20 ബാച്ച്. ബ്രില്യൻ റെസിഡൻഷ്യൽ ഇതായിരുന്നു നൈപുണ്യ. നമ്മൾ ഈ ഷോർട്സിലും ഇതിലൊക്കെ കാണുന്ന മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ IIT-ലോട്ട് വരാനുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ അതിലെ പ്ലേസ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളും റിസർച്ച് ഓപ്പർച്യൂണിറ്റി അങ്ങനത്തെ ഇതൊക്കെയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലുപരി നമ്മൾ നമ്മുടെ വേറെ പല ടാലൻസും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് IIT. തീർച്ചയായിട്ടും അക്കാഡമിക്സ് നമ്മൾ ബ്രില്യൻറ്റിലൊക്കെ പഠിച്ച ആ ഒരു സ്റ്റൈലിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ അക്കാഡമിക്സ് ഒക്കെ ഏതാണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഹലോ, എൻ്റെ പേര് ആന്റണി. ഞാൻ 2nd ഇയർ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഒരു ഡ്യുവൽ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ബ്രില്യൻറ്റ് വരാൻ മുന്നേ തന്നെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു വന്നത്. ബ്രില്യൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു സ്വപ്നം സാധ്യമാണ്. ലൈക്ക് എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് ഞാൻ പറയുന്നു IIT മദ്രാസ് തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹലോ, എൻ്റെ പേര് ഉർമീസ് ജോയ്. ഞാൻ IIT റിപ്പീറ്റേഴ്സ് ബാച്ചിൽ I6 പഠിച്ചതാണ്. ഇപ്പോൾ കറൻ്റ്ലി 2nd ഇയർ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അപ്പോൾ എനിക്ക് ബ്രില്യൻ്റ് ഇവിടെ വന്നപ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വന്നത്, നമ്മൾ ഹോസ്റ്റലിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ നമുക്ക് അവിടുത്തെ ഒരു മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടായ ടാബായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബ്രില്യൻ്റ് പല മെഡിക്കൽ കോളേജിലൊക്കെ പോയ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമുക്കും ഇങ്ങനെ നല്ലൊരു കോളേജിലെത്തണം, അതുപോലെ തന്നെ ആ സമയത്ത് ഇങ്ങനെ ബ്രില്യൻ്റ് വരുവാണെങ്കിൽ സൂപ്പറായിരിക്കും, അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ അതിപ്പോൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫുള്ളി മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുക. ഇവൻച്വലി നിങ്ങളും നല്ലൊരു സ്ഥലത്ത് എത്തും. അപ്പോൾ നല്ലൊരു അടിപൊളി കോളേജ് ലൈഫൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പേര് റയാൻ. ഞാൻ ചാവറയിൽ 22 റെസിഡൻഷ്യൽ ബാച്ച് പഠിച്ചാണ്. ശ്രീനാഥ് സാറായിരുന്നു എൻ്റെ കോർഡിനേറ്റർ. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കുന്ന കുട്ടികളോട്, പ്രത്യേകിച്ച് 25 ബാച്ചിൽ JEE JEE എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, യു ഓൺ ദ റൈറ്റ് ട്രാക്ക് ആക്ച്വലി. സോ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഹാർഡ്. നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ലാസ്റ്റ് മിനിറ്റിൽ എസ്പെഷ്യലി ഇപ്പോൾ ഫസ്റ്റ് JEE മാർക്ക് കണ്ടിട്ട് അതിൽ കുറച്ച് കുറവാണ് കിട്ടിയെങ്കിൽ പോലും അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതാണ് മെയിൻലി നിങ്ങളുടെ സമയം കളയണത്. അങ്ങനെ സമയം കളയാണ്ട് ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്ര നാൾ പഠിച്ച രീതിയിൽ തന്നെ പഠിച്ചു പോവുക. JEE കഴിഞ്ഞിട്ടാണെങ്കിലും JEE കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെങ്കിൽ തന്നെയും JEE എഗെയിൻ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം JEE അത്ര നല്ല പെർസെൻറ്റേജിൽ കിട്ടാത്ത ഒരുപാട് കുട്ടികൾ ഇവിടെ തന്നെ IIT മദ്രാസിലുണ്ട്, JEE നല്ലപോലെ സ്കോർ ചെയ്തവർ. അതുകൊണ്ടാണ് പറയണത് JEE
ഇപ്പോൾ കിട്ടിയ റിസൾട്ടും ഇനി കിട്ടാൻ പോകുന്ന റിസൾട്ടും ഒന്നും നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മനോഹരമായ കേക്ക് കട്ടിംഗ് സെറിമണി ആയിരുന്നു പിന്നീട്. മൊമെന്റ്സ് മെയ്ഡ് സ്വീറ്റർ വിത്ത് ബ്രില്യന്റ് ഫാമിലി. പിന്നീട് വിഭവ സമൃദ്ധമായ ഒരു ഡിന്നർ ആയിരുന്നു. IIT-യിലെ എഞ്ചിനീയറിംഗ് പഠനം എന്ന അവരുടെ സ്വപ്നത്തിനൊപ്പം നിന്ന ബ്രില്യന്റ് ഫാമിലിയോടുള്ള അവരുടെ സ്നേഹം വാക്കുകൾക്ക് അതീതമാണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ എന്ന വേർതിരിവില്ലാതെ ബ്രില്യന്റിയൻസ് എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച അത് അത്രമേൽ മനോഹരമായിരുന്നു. എ മൊമെന്റ് ഓഫ് പ്യുവർ ടുഗദർനെസ് ആൻഡ് ജോയ് ഫിൽഡ് വിത്ത് ലവ്. IIT മദ്രാസിലെ 100 കണക്കിന് ബ്രില്യന്റിയൻസ് എല്ലാം കൂടി ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.